തിരുനെൽവേലിയിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യുന്നത് വേഗത്തിലാക്കി കേരളം. ഹരിത ട്രിബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് അവസാനിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കം. പകുതിയിലധികം മാലിന്യം നീക്കം ചെയ്തെങ്കിലും ലോറികളുടെ എണ്ണക്കുറവ് പ്രതിസന്ധിയാകുന്നുണ്ട്. ரொம்ப சந்தோஷமா இருக்கு. இனிமேலும் இப்படி நான் இது இப்போ எடுத்துட்டு போறதுக்கு எல்லாரும் வந்திருக்காங்க, நிறைய பேர் வந்திருக்காங்க, 15 வண்டி வந்துருன்னு சொல்றாங்க. இது எங்களுக்கு ரொம்ப சந்தோஷம். இனிமே இந்த மாதிரி நீங்க நடக்காம பாத்துக்கிட்டீங்க, எனக்கு ரொம்ப சந்தோஷம். ഷഫീദ് റാവുത്തർ ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ സമയപരിധിക്കുള്ളിൽ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ ഷഫീദ്? ഉന്മേഷ, അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്നത്. കാരണം നാളെ രാവിലെ ഹരിത ട്രൈബ്യൂണൽ കേരളത്തിന് എന്ത് ചെയ്തു ഇക്കാര്യത്തിനുള്ള മറുപടി നൽകണം. അതിനു മുൻപ് പരമാവധി മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആ കൂമ്പാരങ്ങൾ പല ലോറികളായി കയറ്റി ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മടക്കിയിട്ടുണ്ട്. ചില ലോറികൾ ഇപ്പോൾ മാലിന്യം കയറ്റി കാത്തു നിൽക്കുന്നു. കൂടുതൽ ലോറികൾ ആവശ്യപ്പെട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തമിഴ്നാടിനോട് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് ഈ വിഷയത്തിൽ കേരളത്തിനോട് അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ലോറികൾ ഉച്ചയ്ക്ക് ശേഷം നൽകാം. അതായത് 16 ടൺ ഉള്ള ശേഷിയുള്ള ലോറികൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടിവെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഈ മാലിന്യ നീക്കം ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള 70 അംഗ സംഘം ഇവിടേക്ക് എത്തി തിരുനെൽവേലി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ഉദ്യോഗസ്ഥരുമായ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നു. അങ്ങനെ ഒരേ സമയം 6 സ്ഥലത്ത് നിന്ന് മാലിന്യം നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുകയാണ്. കൊണ്ടാനഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് പകുതിയിലധികം നീക്കം ചെയ്തു. പിന്നെ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഈ ജലാശയങ്ങളിലേക്കൊക്കെ മാലിന്യം ടൺ കണക്കിന് മാലിന്യം നിക്ഷേപിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് ജലാശയങ്ങളിൽ നിന്നൊക്കെ മാലിന്യം പൂർണ്ണമായും പുറത്തേക്കെടുത്ത് അത് ലോറികളിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റ് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന കാണാം. ഇനി തമിഴ്നാട് വിട്ടുകൊടുക്കുന്ന ലോറികൾ അത് കിട്ടിയ ശേഷം ഈ മാലിന്യങ്ങൾ കൂടി കയറ്റി കേരളത്തിലേക്ക് എത്തിക്കും. കേരളത്തിലേക്ക് എത്തിക്കുന്ന ഈ മാലിന്യങ്ങൾ അത് ക്ലീൻ കേരളയായിരിക്കും വേർതിരിച്ചെടുക്കുക. തുടർന്ന് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സ്കെയിലിന്റെ കീഴിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഈ ക്ലീൻ കേരളയും സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഇന്നുണ്ടായ മറ്റൊരു അപ്ഡേഷൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഉന്മേഷ്. ശരി ഷഫീദ്, തിരുനെൽവേലിയിൽ നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.